കഴിഞ്ഞ ദിവസം ഒരു അവശ നിലയിൽ കാണപ്പെട്ട ഒരു നായയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. യജമാനനെ ജീവന് തുല്യം സ്നേഹിച്ച നായായിരിക്കാം. നായക്കറിയില്ലല്ലോ, ആവശ്യം കഴിഞ്ഞാൽ ഏത് റോട്ടിലും കൊണ്ട് തള്ളാൻ മടിയില്ലാത്ത മനുഷ്യരാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും വരെ റോഡിൽ കൊണ്ട് തള്ളുന്നു. അതിലപ്പുറമൊന്നുമില്ലല്ലോ നായ. ഞാൻ പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ആ നായയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. എല്ലാവരും അതിനെ കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. നല്ല മനസ്സുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ തന്നെ ഉണ്ട്. അവരെല്ലാം ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു പാലക്കാടുള്ള ജിനേഷ് ഭായ് എന്നെ വിളിച്ചിരുന്നത്. ആ നായയെ കൊണ്ടുപോകാൻ ആള് തയ്യാറാണെന്ന് പറഞ്ഞു. നായയെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നത് കോഴിക്കോടുള്ള സലുഷയായിരുന്നു. സലുഷ പറഞ്ഞതനുസരിച്ചായിരുന്നു നീരജ് വന്നിരുന്നത്. നീരജ് എന്റെ കൂടെ ഒരുപാട് റെസ്ക്യൂവിലൊക്കെ വരാറുണ്ട്. രാവിലെ മുതലേ കോളിന്റെയും വാട്സപ്പ് മെസ്സേജിന്റെയും അഭിഷേകമായിരുന്നു. പിന്നെ പണിയെടുക്കാൻ കഴിയാതെ പണി ലീവാക്കി നേരെ ഞാനും നീരജ് കൂടി നായയുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾ പോയിട്ട് നായയെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റാക്കി. നായക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തു. ഭക്ഷണം ഒന്നും നായ കഴിച്ചില്ല, വെള്ളം കുറച്ച് കുടിച്ചു. ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒറ്റ വീഡിയോ കൊണ്ട് കഴിഞ്ഞു. ഏതായാലും നമ്മുടെ നായ പാലക്കാട്ടേക്ക് യാത്രയായി. ഓട്ടോയിലും കയറി. നല്ലൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കാം നമുക്ക്.